ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് പാവയ്ക്ക അങ്ങ് പറിച്ചാലോ? കുറച്ച് വിളവായിട്ട് പറിക്കാൻ പാകത്തിന് നിപ്പുണ്ട് കേട്ടോ. ഈ ഒരു പാവൽ നമ്മൾ വാങ്ങി വെച്ചതൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ എപ്പോഴോ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഇട്ടപ്പോഴേക്കും തനിയെ പിടിച്ചു വന്നതാണ്. ഈ ഒരു ചെടി അങ്ങ് പഴുത്തു പോയാലും അതിൻ്റെ വേര് അവിടെ കിടന്ന് അടുത്ത തവണയും ഇതുപോലെ കായ്കൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് കായ്കൾ കിട്ടാറുണ്ട്. അപ്പോൾ ഒരുപാട് വലുതാകാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പുഴു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് കേട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം മൂപ്പാകുമ്പോൾ തന്നെ ഞങ്ങളത് പറിച്ചെടുക്കാറുണ്ട് കേട്ടോ. കൂടുതലും ഞങ്ങളിത് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്ന പാവയ്ക്ക കൊണ്ടാട്ടം കിട്ടുവേ. അപ്പോൾ നമ്മൾ ഇത്രയും പാവയ്ക്കകളാണ് എടുത്തിട്ടുള്ളത്. ഇനിയും കുറച്ച് ചെറുതായിട്ടുള്ളതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു മീഡിയം സൈസ് ആകുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുന്നത് കേട്ടോ. ഈ പാവയ്ക്ക നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു പാവയ്ക്കയിൽ ഒരുപാട് വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ളൊരു പച്ചക്കറി എന്നാണ് കേട്ടോ ഈ ഒരു പാവയ്ക്ക, അല്ലെങ്കിൽ നമ്മുടെ ബിറ്റർ ഗോർഡിനെ അറിയപ്പെടുന്നത്. ഈ ഒരു കയ്പുള്ള പാവയ്ക്ക ആരും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒന്നാണല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ ഇത് എളുപ്പം കഴിക്കാനായിട്ട് ഇതുപോലെ അരിഞ്ഞ് കൊണ്ടാട്ടം ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള പച്ചക്കറി കുട്ടികളൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ഈ ഒരു ഫോമിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. പാവയ്ക്ക കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.